വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാരഘുനന്ദനൻ. നമ്മൾ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ 2024 മാത്സിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ 2 ചോദ്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3, 3/2, 3/4 ആർ നീഡഡ് ടു ഗീവ് ദ സം 3069/512? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ എന്താണ്, GP ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഹൗ മെനി നമ്പർ ഓഫ് ടേംസ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ n ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്തൊക്കെ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 3 ആണ്. എന്ത് ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യണം? കോമൺ റേഷ്യോ ഫൈൻഡ് ചെയ്യണം അല്ലേ? ബിക്കോസ് സീക്വൻസ് GPയിലാണ് അല്ലേ? അപ്പോൾ GPയിലായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? കോമൺ റേഷ്യോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കോമൺ റേഷ്യോ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സെക്കൻഡ് ടേമിനെ തേർഡ് ടേം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ടേമിനെ തേർഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 ഇൻറ്റു 1/3, 3 ക്യാൻസൽ, 1/2 ആണ് നമ്മുടെ കോമൺ റേഷ്യോ. നമുക്ക് മനസ്സിലായി. ഇനി സം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. SN ഈസ് ഈക്വൽ ടു 3069 ഡിവൈഡഡ് ബൈ 512 എന്നാണ് പറഞ്ഞത്. n ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ടു ബി ഫൗണ്ട് ഔട്ട്. അപ്പോൾ നമ്മുടെ GPയിലെ സമ്മ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. SN ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് R. ഈ ഒരു സമ്മ് കാണാൻ നമുക്ക് 2 ഫോർമുല ഉണ്ട് അല്ലേ? R മൈനസ് 1 നമ്മൾ എടുക്കാറുണ്ട്, അതേപോലെ തന്നെ 1 മൈനസ് R കൊടുക്കാറുണ്ട്. ഡിപ്പെൻസ് എങ്ങനെയാണ് ഇത് ചെയ്യാം. ഈ R എന്ന് പറയുന്നത് ലെസ് ദെൻ 1 ആയതുകൊണ്ട്, ഇപ്പൊ ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഈ R ചെറുതായതുകൊണ്ടാണ് 1 മൈനസ് R കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ R ലെസ് ദെൻ 1 ആയതുകൊണ്ട് നമ്മൾ ഈ ഫോർമുല സെലക്ട് ചെയ്തു. SN ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R റേസ് ടു n ബൈ 1 മൈനസ് R. ഇനി നമുക്ക് കിട്ടിയ വാല്യൂ ഒക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടിയ വാല്യൂ അല്ല, തന്ന വാല്യൂ. അപ്പോൾ 3069 ഡിവൈഡഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2. അപ്പോൾ 3069 ഡിവൈഡഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 അര പോയാൽ അര. ഓക്കെ, ഇനി ഈ അര മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്തായി മാറും? 6 ഇൻറ്റു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n എന്ന് മാറും അല്ലേ? അപ്പോൾ 3069 ഡിവൈഡഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n ആയി. ഇനി ഈ 6നെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാം. 3069 ഡിവൈഡഡ് ബൈ 512 ഇൻറ്റു 6 ഈക്വൽ ടു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ക്യാൻസൽ ആയിട്ട് പോവും. അപ്പോൾ 3069 എന്ന് പറഞ്ഞാൽ 3 ഡിവിസിബിൾ ആണ്. ഇനി 512 ഇൻറ്റു 6 എത്രയെന്ന് നമുക്ക് നോക്കണം. 512 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12, 7, 372 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3069 ഡിവൈഡഡ് ബൈ 3072 ഈക്വൽ ടു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n. രണ്ടും 3 ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 1023. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1024 എന്ന് കിട്ടും. ഞാൻ ഒരു സ്റ്റെപ്പ് കുറവാണ് എനിക്ക്, നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. മുകളിലും താഴെയും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഈക്വൽ ടു 1 മൈനസ് 1/2 ഹോൾ റേസ് ടു n കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു 1 ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ n-ന്റെ വാല്യൂ ആണ് അല്ലെ? n ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. നമുക്ക് n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അപ്പോൾ ഇതിനെ ഇപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ 1/2 ഹോൾ റേസ് ടു n എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 1023 ഡിവൈഡഡ് ബൈ 1024 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1024 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ 1/2n ഈക്വൽ ടു 1/1024. അപ്പൊ ഈ 1024ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിരുന്നല്ലേ 1024/2 ഈ 2നെ എത്ര ടൈംസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര 2 കിട്ടും നമുക്ക് നോക്കാം. 2 5 6 2 1 8 2 64 2 32 2 16 2 8. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര 2 കിട്ടി? 1 2 3 4 5 6 7 8 9 10. 10 എന്ത് കിട്ടുന്നുണ്ട്? 2 കിട്ടുന്നുണ്ട്. സോ 1/2n എന്ന് പറയുന്നത് 1/210 ആണ്. എന്ന് വെച്ചാൽ 2നെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1024 കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്താൽ n-ന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടും. n ഈസ് ഈക്വൽ ടു 10. നമുക്ക് n അല്ലേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, എത്ര ടേംസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ n എത്രയാണ് കിട്ടുന്നത്? 10 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മിസ്ലിനിയസ് എക്സസൈസ് എന്ന് എടുത്ത ഒരു ചോദ്യമാണ്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? രണ്ട് പാരലൽ ലൈൻസ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പാരലൽ ലൈൻസ്. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസ് നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ട്? ലൈൻ 1 ലൈൻ 2 അങ്ങനെ രണ്ട് ലൈൻസ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ലൈൻ 1 L1 നമുക്ക് എടുക്കാം. L1 എന്താണ്? 9x പ്ലസ് 6y മൈനസ് 7 ഈക്വൽ ടു 0 ആണ്. L2 എന്ന് പറയുന്നത് 3x പ്ലസ് 2y പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 9 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് ഈക്വൽ ആക്കി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അത് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ രണ്ടാമത്തെ ലൈനിന്റെ ഇക്വേഷനെ 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹോൾ ഇക്വേഷൻ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ L2 എന്നുള്ളത് നമുക്ക് എന്തായി മാറി കിട്ടും? 3 × 3 9x 2 × 3 6y പ്ലസ് 18 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷനാണ് കിട്ടിയത്. ഇത് നമ്മളുടെ ലൈൻ 1ഉം ലൈൻ 2 ഇതായി മാറി. ഇനി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് A ഇവിടെ 9 കിട്ടി, B ഇവിടെ 6ഉം കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നടുവിലെ ലൈൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയോ, കോൺസ്റ്റന്റ് ഇവിടെ 18ഉം ഇവിടെ എത്രയാണ്? -7 ആണ്. അപ്പോൾ അതിന്റെ ഇപ്പൊ നടുവിലെ നമുക്ക് ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ax പ്ലസ് by പ്ലസ് സി എഴുതണ്ട, കാരണം സിന്റെ രണ്ടും കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ നമ്മൾ എന്ത് ചെയ്യുക? C1 പ്ലസ് C2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻ ആണ്, നമ്മൾ നടുവിലെ ലൈനിലെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ നമ്മൾ മിഡ് പോയിന്റ് കാണുക. അപ്പോൾ A എന്ന് പറയുന്നത് 9 ആണ്, 9x പ്ലസ് B എന്ന് പറയുന്നത് 6 ആണ്, 6y പ്ലസ് ഇവിടെ C എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ -7 പ്ലസ് C2 എന്ന് പറയുന്നത് 18 ആണ്, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 9x പ്ലസ് 6y പ്ലസ് 18 7 പോയാൽ 11 ബൈ 2 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ഇതിനൊന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 × 9 18x പ്ലസ് 6 × 2 12 12y പ്ലസ് 11 ഈസ് ഈക്വൽ ടു 2 × 0 0. ഇതായിരിക്കും അതിന്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പാരലൽ ലൈൻസ്. അപ്പോൾ പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഇക്വേഷൻ എന്താണ്? 18x പ്ലസ് 12y പ്ലസ് 11 ഈക്വൽ ടു 0. ഓക്കെ,
അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്